കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 17. പ്രഥമ സർക്കാരിനെതിരെ ജ്വലിച്ചുയർന്ന മൂന്നാമത്തെ അക്രമ സമരം അഥവാ ചന്ദനത്തോപ്പിലെ വെടിവെപ്പ്. നിരീശ്വരന്മാരായ കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ഉയർന്ന നിരവധിയായ കുപ്രചരണങ്ങൾ സ്വാഭാവികമായും കേരളത്തിലെ ജന്മികളെയും സവർണന്മാരായ മാടമ്പികളെയും മാത്രമല്ല, ഒരു വിഭാഗം സാധാരണക്കാരായ ഈശ്വരവിശ്വാസികളെയും ഭയചകിതരാക്കി. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കാലാവധി പൂർത്തിയാക്കാൻ അനുവദിച്ചാൽ കേരളത്തിലെ മുഴുവൻ പള്ളികളും പൊളിച്ചു നീക്കുമെന്നും അമ്പലങ്ങൾ കത്തിക്കുമെന്നും പ്രചരണമുണ്ടായി. കൂറുമാറ്റത്തിലൂടെ സർക്കാരിനെ അട്ടിമറിക്കാൻ സാധ്യമല്ല എന്ന് ബോധ്യമായതോടെ സർക്കാർ അധികാരത്തിലേറി 6 മാസങ്ങൾ പൂർത്തിയായ ഉടനെ പ്രതിപക്ഷ കക്ഷികൾ സംഘടിത സമരപരമ്പരകൾക്ക് തുടക്കം കുറിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടങ്ങിവെച്ച കണ്ണൂർ ജില്ലയിലെ കാട്ടാമ്പള്ളിയിൽ അരങ്ങേറിയ ഭൂമി കയ്യേറ്റവും കുട്ടനാട്ടിലെ ഒരണാ സമരവും സർക്കാരിന്റെ സർവ്വ പ്രതിരോധങ്ങളെയും തകർത്തുകൊണ്ട് വിജയസോപാനത്തിലെത്തിക്കാൻ പ്രതിപക്ഷങ്ങൾക്ക് കഴിഞ്ഞു. ഇത് ഭരണപരമായൊരു പോരായ്മയായി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് തോന്നിയത് സ്വാഭാവികം മാത്രം. അതിൻ്റെ പരിണത ഫലമായിരുന്നു 1958 ജൂലൈ 26 കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിൽ സംഭവിച്ച പോലീസ് വെടിവെപ്പ്. സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് നേതൃത്വം കൊടുത്ത കേരളത്തിലെ പ്രഥമ സർക്കാരിനെതിരെ ആയിരങ്ങളെ രംഗത്തിറക്കിയതിൽ ഈ വെടിവെപ്പിന് പ്രധാന പങ്കുണ്ട്. കൊല്ലത്തെ ഹിന്ദുസ്ഥാൻ കാഷ്യൂ പ്രൊഡക്ട്സിന്റെ 5 ഫാക്ടറികളിലൊന്നാണ് ചന്ദനത്തോപ്പിൽ പ്രവർത്തിച്ചിരുന്നത്. അവിടെയും പുത്തൂർ ഫാക്ടറിയിലും RSP നേതൃത്വം കൊടുത്ത UTUC യൂണിയൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1958 ഏപ്രിൽ 24 പുത്തൂരിൽ ഗ്രേഡിംഗ് നിർത്തി. കിളിക്കൊല്ലൂർ ഫാക്ടറിയിൽ നിന്ന് 24 കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളെ പുത്തൂരിലേക്ക് മാറ്റിയതിനെതിരെ UTUC പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങി. അവർ കശുവണ്ടിപ്പരിപ്പ് നീക്കം തടഞ്ഞതോടെ സമരം വിജയിച്ചു. ഗ്രേഡിംഗ് വീണ്ടും നിലവിൽ വന്നു. ഇക്കാലത്ത് ലേബർ ഓഫീസിൽ ബോണസ്, പ്രസവകാല വേതനം എന്നിവ സംബന്ധിച്ച് തൊഴിലാളികൾ ഉന്നയിച്ച തർക്കം തീരുമാനമാകാതെ പിരിഞ്ഞു. അതിനാൽ UTUC വീണ്ടും സമരം തുടങ്ങി. ജൂലൈ 25 ചന്ദനത്തോപ്പ് ഫാക്ടറിയിൽ ജോലി തുടങ്ങി അരമണിക്കൂറിനകം ഉടമ പണി നിർത്തിവെപ്പിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ സമരം തുടങ്ങി. ജൂലൈ 26 ഫാക്ടറി ലോക്കൌട്ട് ചെയ്തു. തൊഴിലാളി നേതാവായ പെരുമ്പുഴ സ്വദേശി ശ്രീ ദാമോദരൻ പിള്ള നിരാഹാര സമരം തുടങ്ങി. ഇതിനിടയിൽ ലോക്കൌട്ട് ചെയ്ത ഫാക്ടറിയിൽ നിന്ന് കശുവണ്ടിപ്പരിപ്പ് നീക്കുന്നത് തൊഴിലാളികൾ തടഞ്ഞു. ഇതേ തുടർന്ന് പിക്കറ്റിംഗ് നടത്തിയ സ്ത്രീകളെ പോലീസുകാർ റോഡിലേക്ക് തള്ളിയിടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇത് കണ്ടുനിന്ന തൊഴിലാളികൾ പോലീസിന് നേരെ കല്ലെറിയാൻ തുടങ്ങി. പലരും ചാവേറുകളെപ്പോലെ പോലീസ് സേനയെ കായികമായി നേരിട്ടു. തുടർന്നുണ്ടായ വെടിവെപ്പിൽ രാമൻ, സുലൈമാൻ എന്നീ UTUC തൊഴിലാളികൾ ദാരുണമായി കൊല്ലപ്പെട്ടു. കേരളത്തിലെ പ്രഥമ സർക്കാരിന്റെ ഭരണകാലത്തെ ആദ്യ പോലീസ് വെടിവെപ്പായിരുന്നു ഇത്. വെടിവെപ്പ് നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ കൂടിയ സമയമായിരുന്നു. ഏതാണ്ട് 60ഓളം നേതാക്കൾ സംസ്ഥാന കൗൺസിലിൽ പങ്കെടുത്തിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ തൊഴിലാളികളെ വെടിവെച്ച് വന്ന പോലീസ് നടപടിയെ അപലപിക്കുക, പണിമുടക്കിയ തൊഴിലാളികളോട് മാപ്പ് ചോദിക്കുക, കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നീ നിലപാടിലാണ് സംസ്ഥാന കൗൺസിലിലെ ഭൂരിഭാഗം പ്രവർത്തകരും എത്തിച്ചേർന്നത്. എന്നാൽ 2 മണിക്കൂർ നീണ്ട സുദീർഘമായ ചർച്ചകൾക്കൊടുവിൽ ഭൂരിഭാഗം വരുന്ന പ്രവർത്തകർ ചേർന്നെടുത്ത തീരുമാനങ്ങൾ തിരുത്തിക്കുറിക്കപ്പെട്ടു. ഭരിക്കുന്ന പാർട്ടി തന്നെ സർക്കാരിന്റെ പോലീസിനെ വിമർശിച്ചാൽ പോലീസിന്റെ ധാർമ്മികതയും മനോവീര്യവും തകരുമെന്നും അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ആയുധമാക്കുമെന്നും യോഗം വിലയിരുത്തി. ഇതനുസരിച്ച്
പോലീസിനെ ന്യായീകരിക്കാനും സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന RSPയെ മറികടക്കാനും പാർട്ടി നേതാവായ സഖാവ് കെ ദാമോദരൻ കൊല്ലത്ത് പോയി വിശദീകരണ യോഗത്തിൽ പ്രസംഗിക്കണമെന്നും തീരുമാനമെടുത്തു. സഖാവ് കെ ദാമോദരൻ ഈ തീരുമാനത്തിനെതിരായിരുന്നെങ്കിലും ഗത്യന്തരമില്ലാതെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കൊല്ലത്തുപോയി മനസ്സില്ലാ മനസ്സോടെ 1.5 മണിക്കൂർ ന്യായീകരണ പ്രസംഗം നടത്തി. പിറ്റേന്ന് കൊല്ലം ജില്ലയിലെ 3 സ്ഥലങ്ങളിൽ കൂടി പ്രസ്തുത പ്രസംഗം ആവർത്തിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും സഖാവ് കെ ദാമോദരൻ അതനുസരിക്കാൻ തയ്യാറായില്ല. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ ഭൂരിഭാഗം പ്രവർത്തകർ ചേർന്നെടുത്ത ആദ്യ തീരുമാനം ഉചിതവും ന്യായവുമായിരുന്നെന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു. അത് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു. 1959 മാർച്ചിൽ തിരുവനന്തപുരത്ത് റബ്ബർ ഫാക്ടറിയിൽ RSPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച തൊഴിലാളി സമരവും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ അക്രമാസക്തമായി വളർന്നു. ഏതാണ്ട് ഇതേ അവസരത്തിൽ തന്നെ മൂന്നാറിലെ തേയില തോട്ടം മേഖലകളിൽ 25% ബോണസ് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചു. തോട്ടമുടമകൾ 4%-ലധികം ബോണസ് തരാൻ സാധ്യമല്ല എന്ന ദുശാഠ്യത്തിൽ ഉറച്ചുനിന്നു. INTUC, UTUC, HMS, AITUC എന്നീ സംഘടനകൾ സംയുക്തമായാണ് സമരം പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 25-ന് സംസ്ഥാന തലത്തിൽ സൂചനാ പണിമുടക്കും ഒക്ടോബർ 3-ന് അനിശ്ചിതകാല പണിമുടക്കും പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ സമരം തുടങ്ങുന്നതിൻ്റെ തലേന്ന്, അതായത് ഒക്ടോബർ 2-ന് മുതലാളിമാരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയ കോൺഗ്രസ് സംഘടനയായ INTUC സമരത്തിൽ നിന്നും അപ്രതീക്ഷിതമായി പിന്മാറി. അധികം വൈകാതെ പ്രതിപക്ഷ സംഘടനകളായ UTUCയും HMSഉം മുതലാളിപക്ഷത്തേക്ക് കൂറുമാറി കരിങ്കാലികളും ഒറ്റുകാരുമായി പരിണമിച്ചു. ഇത് സമരമുഖം സംഘർഷനിർഭരമാകാൻ കാരണമായി. ഒക്ടോബർ 15-ന് സമരം അതിരൂക്ഷമായി കത്തിപ്പടർന്നു. അക്രമാസക്തരായ തൊഴിലാളികൾ പോലീസിനും കരിങ്കാലികൾക്കുമെതിരെ ചാവേറുകളായി പാഞ്ഞെടുത്തു. തൊഴിലാളികളുടെ കയ്യങ്കളിയിൽ ഒരു സബ് ഇൻസ്പെക്ടർക്കും 2 ഹെഡ് കോൺസ്റ്റബിൾമാർക്കും 6 പോലീസുകാർക്കും പരിക്കേറ്റതോടെ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ച് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. 5 ദിവസം കഴിഞ്ഞ്, അതായത് ഒക്ടോബർ 20-ന് രാവിലെ ഗുഡാറിലെ എസ്റ്റേറ്റിലും പിറ്റേന്ന് ഒക്ടോബർ 21-ന് തലയാറിലും അതിരാവിലെ സമരമുഖത്തേക്ക് തൊഴിലാളികൾ മുഴുവനായും എത്തിച്ചേരുന്നതിന് മുൻപായി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പക തീർക്കുവാനായി മാത്രം പോലീസ് വെടിവെച്ചു. വെടിവെപ്പിൽ സാധാരണ തോട്ടം തൊഴിലാളികളായ പാപ്പാമാളും ഹസൻ റാവുത്തരും ദാരുണമായി കൊല്ലപ്പെട്ടു. സംഭവസ്ഥലത്ത് പാഞ്ഞെത്തിയ പാവങ്ങളുടെ പടത്തലവനായ സഖാവ് AKG വെടിവെപ്പിനെതിരെ അപലപിക്കുകയും അതിനുത്തരവാദി തോട്ടമുടമകളുടെ പിണിയാളായ കോട്ടയം SP ശ്രീ മരിയാർ പൂതമാണെന്നും ആരോപിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കെട്ടായി AKGക്ക് പിന്നിൽ അണിനിരന്നു. കോട്ടയം SP മരിയാർ പൂതത്തെ ശിക്ഷിക്കുന്നതുവരെ ദേവികുളം MLA സഖാവ് റോസമ്മ പുന്നൂസ് നിരാഹാരമനുഷ്ഠിച്ചു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മൂന്നാർ വെടിവെപ്പിനെ ന്യായീകരിക്കാനുണ്ടായത്. ഇതേ തുടർന്ന് കോട്ടയം SP ആയിരുന്ന മരിയാർ പൂതം സഖാവ് AKGക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. 1 വർഷം കഴിഞ്ഞ്, അതായത് 1959 ഒക്ടോബർ 14-ന് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി സഖാവ് AKGക്ക് 500 രൂപ പിഴയോ 6 മാസം തടവോ ശിക്ഷ വിധിച്ചു. എന്നാൽ സഹനസമര പോരാളിയായ സഖാവ് AKG എന്ന സാക്ഷാൽ AK ഗോപാലൻ പിഴയടയ്ക്കാൻ കൂട്ടാക്കാതെ ജയിൽവാസത്തിന് കച്ചമുറുക്കി.